ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ വ്യൂ വളരെ പരിചിതമാണ്. അതായത് നമ്മുടെ കോവളം ലൈറ്റ് ഹൗസ് എന്നുള്ള വിഷ്വലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ കാണുന്ന ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് അസെൻഷൻ ഇവ മൂന്നും വളരെ വ്യക്തമായിട്ട് ഒരു ഫ്രെയിമിൽ തന്നെ കാണാനായി സാധിക്കുന്നതാണ്. വലിയ രണ്ട് കപ്പലുകളാണ് നമ്മുടെ പോർട്ടിൽ ഇപ്പോൾ മൂറിങ്ങിലായിട്ടുള്ളത്. ഏതാണ് ആ കപ്പലെന്നും കപ്പലിന്റെ ഡീറ്റെയിലും നമ്മുടെ പോർട്ടിന്റെ വർക്ക് അപ്ഡേഷനുമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് നമ്മുടെ പോർട്ടിന്റെ ബെർത്ത് പോർഷനാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ബെർത്തിന്റെ നീളം എന്ന് പറയുന്നത് 800 മീറ്റർ ആണ്. അത് രണ്ട് ടെർമിനലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2 എന്ന്. ചെറിയ കപ്പൽ വന്നാൽ ടെർമിനൽ ഡിവൈഡ് ചെയ്യും. ടെർമിനൽ 1 A1 A2 A3 അല്ലെങ്കിൽ A1 A2 B1 അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. കാരണം STS ക്രെയിനുകൾക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 കപ്പൽ വരെ നമ്മുടെ ബെർത്തിൽ മൂറിങ്ങിലായിട്ടുണ്ട്. ഇപ്പോൾ ടെർമിനൽ 1-ലുള്ളത് MSC അഡൽ അല്ലെങ്കിൽ MSC അഡലെ എന്ന് പറയുന്ന MSCയുടെ വലിയ കപ്പലാണ്. ഈ കപ്പലിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് 18/8/2025, അതായത് ആദ്യ ഓട്ടം നമ്മുടെ പോർട്ടിൽ തന്നെ വന്നിട്ടുള്ള ഏറ്റവും പുതുപുത്തൻ കപ്പൽ എന്ന് തന്നെ പറയാം. 335 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത് എന്ന് പറയുന്നത്. 45.6 മീറ്ററാണ് കപ്പലിന്റെ ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത്. 20.1 മീറ്ററാണ് കപ്പലിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. 16 മീറ്ററാണ് കപ്പലിന്റെ ഡ്രാഫ്റ്റ്. ഇപ്പോൾ 15.1 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. 1,39,436 കപ്പലിന്റെ ഡെഡ് വെയ്റ്റ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കപ്പലിന്റെ ഫണൽ പോർഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുക ഉയർന്നു പൊങ്ങുന്ന കാണാൻ സാധിക്കും. പക്ഷെ വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടാണ് പുക കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ഫണൽ പോർഷനൊക്കെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്തിട്ടാണ് പുക പുറത്തേക്ക് പോകുന്നത്. അതിനാൽ നമുക്ക് വായു മലിനീകരണം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ് എല്ലാ പുതിയ കപ്പലുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ എടുത്തു പറയാൻ കാരണം നമ്മുടെ പോർട്ടിൽ വരുന്ന പഴയ കപ്പലും പുതിയ കപ്പലുടെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പോർട്ടിൽ ഈ പറയുന്ന ലാർജ് വെസൽ മുതൽ അൾട്രാ ലാർജ് വെസൽ മുതൽ ഫീഡർ വെസൽ വരെ എല്ലാ തരത്തിലുള്ള കപ്പലുകളും നമ്മുടെ പോർട്ടിൽ വന്നു പോകുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് നമ്മുടെ പോർട്ട്. അത് മാത്രമല്ല, വരും കാലങ്ങളിൽ ലോകത്തിന്റെ തന്നെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് നമ്മുടെ പോർട്ടിന് പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന കണ്ടെയ്നർ പുറത്തുള്ള രാജ്യത്ത് നിന്ന് ട്രാൻസ്ഷിപ്മെന്റിലൂടെയാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നെങ്കിൽ ആ ട്രാൻസ്ഷിപ്മെന്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയിലോട്ട് മാറ്റിയത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലൂടെയാണ്. അത് മാത്രമല്ല, പുറം രാജ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് നേരത്തെ നമ്മുടെ പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ട്രാൻസ്ഷിപ്മെന്റ് ഏത് രാജ്യത്തു നിന്നാണോ ആ രാജ്യത്തിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റും ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് വരും കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാവാൻ പോകുന്ന നമ്മുടെ പോർട്ടിലെ ബെർത്തിലെ 2 കപ്പലുകളെയാണ് നമുക്കിപ്പോൾ കാണാനായി സാധിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, MSC അഗിറ്റേ 2 എന്ന് പറയുന്ന ഒരു കപ്പൽ ടെർമിനൽ 2-ലാണ് ഈ കപ്പൽ നിലവിലുള്ള കപ്പലിന്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ MSC എൽസ 3 മറിഞ്ഞതിനെ തുടർന്ന് കേസുണ്ടായിരുന്നു. ആ കേസിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറസ്റ്റ് ചെയ്ത കപ്പലാണ് MSC അഗിറ്റേ 2 എന്ന് പറയുന്നത്. 2 മാസമായിട്ട് നമ്മുടെ ഔട്ടർ ആങ്കറേജ് തന്നെയായിരുന്നു. ഇപ്പോൾ ആങ്കറിന് എന്തോ കംപ്ലൈന്റ് പറ്റിയിട്ട് നമ്മുടെ ബെർത്തിൽ 800 മീറ്റർ നീളമുള്ള ബെർത്തിൽ ഏകദേശം 2 ആഴ്ചയായിട്ട് ഈ കപ്പൽ ടെർമിനൽ 2-ലുണ്ട്. അത് കാരണം ധാരാളം കപ്പലുകൾ, നമ്മുടെ പോർട്ടിൽ വരുന്ന കപ്പലുകൾ ഇപ്പോൾ വേറെ പോർട്ടിലേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ബെർത്ത് മാത്രമേ ടെർമിനൽ 1 മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായി സാധിക്കുള്ളൂ. ടെർമിനൽ 2 ഉപയോഗിക്കാനായി സാധിക്കില്ല. പുറത്തുള്ള കപ്പൽ അകത്ത് കയറി കണ്ടെയ്നർ മൂവ്മെന്റ് നടന്നാൽ മാത്രമേ നമ്മുടെ പോർട്ടിനെ ഇൻകം ജനറേറ്റ് ചെയ്യാനായി സാധിക്കുള്ളൂ. അല്ല, ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മാത്രമല്ല, വലിയ വലിയ ട്രാൻസ്ഷിപ്മെന്റിലേക്ക് പോകണമെങ്കിൽ ധാരാളം കപ്പൽ നമ്മുടെ പോർട്ടിൽ വന്നു പോകണം. ഇപ്പോൾ ഈ കപ്പൽ കാരണം തീർച്ചയായിട്ടും ആ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയമില്ല. കാരണം ഈ കപ്പൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ റിപ്പയർ തന്നെ ചെയ്യണം. അത് എല്ലാവർക്കും അറിയാം. റിപ്പയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അറസ്റ്റ് ചെയ്ത കപ്പൽ നമ്മുടെ കേരളത്തിലെ വേറെയും പോർട്ട്, തിരക്കില്ലാത്ത പോർട്ടുണ്ട്, ആ പോർട്ടിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ നമ്മുടെ പോർട്ടിന്റെ, അതായത് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ടാണ് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയതാണ് നമ്മുടെ പോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ലോക ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ആ വളരെ
ചെറിയൊരു ബെർത്തിൽ ഇത്രയും വലിയൊരു നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ച പോർട്ടിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയായിട്ട് ഈ കപ്പൽ ഒരു ബെർത്ത് പൂർണ്ണമായിട്ടും, ബെർത്തിന്റെ 800 മീറ്ററിൽ 400 മീറ്റർ പൂർണ്ണമായിട്ടും, 400 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്ററോളം ഈ കപ്പൽ, കാരണം ക്ലിയറൻസ് വരുമ്പോൾ 400 മീറ്ററോളം വരും, 400 മീറ്ററോളം ഈ കപ്പൽ മാത്രമാണ് 2 ആഴ്ചയായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റ് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള തീർച്ചയായിട്ടും വേറൊരു പോർട്ടിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ പറയാം. കാരണം നമ്മുടെ പോർട്ടാണ്, നമ്മളാണ് അതിൻ്റെ ഈ പറയുന്ന ഇഞ്ചൻ ജനറേറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്വന്തം പോർട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ നടക്കുന്ന സ്ഥലത്താണ്. സെക്കൻഡ് ഫേസിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ, സെക്കൻഡ് ഫേസിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റോണുകൾ ഡംപ് ചെയ്യുന്ന ലോറിയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പോർട്ടിൽ വരുമ്പോൾ ധാരാളം 100 കണക്കിന് നാച്ചുറൽ സ്റ്റോൺ മാറ്റാൻ ലോറികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2-3 പോർഷനിലായിട്ട് നമുക്ക് ആ യാർഡ് പോർഷൻ, അതായത് ഡംപിങ് യാർഡ് പോർഷനിലേക്ക് എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇപ്പോൾ സ്റ്റോണുകൾ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മളെ ബ്രേക്ക് വാട്ടർ നമുക്ക് നിലവിൽ 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടർ നിലവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 1040 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്ത് 4000 മീറ്ററിലോട്ടാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ ഉയരാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 18 മുതൽ 22 മീറ്റർ വരെയാണ് നമ്മുടെ കടലിൻ്റെ ആഴം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടിൽ ഇഷ്ടപ്പെട്ട നമ്മുടെ പോർട്ടിൻ്റെ ആഴം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏകദേശം ഇനിയും 60-70 ലക്ഷം നാച്ചുറൽ സ്റ്റോൺ വേണ്ടി വരും നമ്മുടെ ബ്രേക്ക് വാട്ടർ പണിയുന്നതിന്. കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ ഏറ്റവും അടിയിലെ വീതി എന്ന് പറയുന്നത് 125 മീറ്ററും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്, കോൺക്രീറ്റ് പോർഷൻ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് 10 മീറ്ററുമാണ്. അപ്പോൾ ഒരു പിരമിഡ് പോലെയാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ മുന്നോട്ട് വർക്ക് നടന്നുകൊണ്ട്, ഇപ്പോഴും വർക്ക് നടത്തിക്കൊണ്ട് കഴിഞ്ഞതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനിയും 50-60 ലക്ഷം നാച്ചുറൽ സ്റ്റോൺ വേണ്ടി വരും. ധാരാളം ലോറികളാണ് നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടെർമിനൽ 1ന്റെ STS ക്രെയിൻ്റെ ഭാഗം, ബെർത്തിൻ്റെ പോർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ടിലെ പടക്കുതിരകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഡോൾഫിൻ സീരീസിലെ ടെക് ബോട്ടുകളാണ് കാണാൻ സാധിക്കുന്നത്. ഡോൾഫിൻ 26 മുതൽ 29 വരെ 4 ടെഗാണ് നമ്മുടെ പോർട്ടിലുള്ളത്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ബെർത്തും യാർഡ് എക്സ്റ്റൻഷനും. നമുക്ക് വളരെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്രേക്ക് വാട്ടറിലേക്ക് പോകാം. നിലവിലെ ബ്രേക്ക് വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തുകൂടി നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലൂടെ വാഹനങ്ങൾ ഇപ്പോഴും പാസ് ചെയ്ത് പോകുന്നുണ്ട്. പാസ് ചെയ്ത് പോകുന്ന വെച്ചാൽ എൻഡ് പോർഷനിൽ 2960 മീറ്ററിൽ നമുക്ക് വാഹനങ്ങളിൽ പോകാൻ സാധിക്കും. ഞാൻ പലപ്പോഴും നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിന് ഉള്ളിൽ കയറി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാത്തവർ, കൂടുതൽ ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിലെ വീഡിയോ കാണുന്നുള്ളവർ നമ്മുടെ ചാനൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ഫസ്റ്റ് ബെർത്തിൻ്റെ ഭാഗത്തു നിന്നും ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഫസ്റ്റ് ടവർ എന്നാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇതൊരു ലൈറ്റിംഗ് ടവറാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന കപ്പലുകൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന കറക്റ്റ്, അതായത് നമ്മുടെ കപ്പൽ ചാലിലൂടെ വരുന്നതിന് സഹായിക്കുന്ന എമിറ്റിംഗ് ലൈറ്റിൻ്റെ ടവറാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു റെഡ്, ഗ്രീൻ, വൈറ്റ് അങ്ങനെ 3 എമിറ്റിംഗ് ലൈറ്റ് നമ്മുടെ ടവറിൽ നിന്ന് പോയിട്ട് വളരെ വ്യക്തമായിട്ട് കപ്പലുകൾ കയറി വരാൻ പറ്റുന്ന നൂതന ടെക്നോളജിയുള്ള ടവറാണ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ അടുത്ത പോർഷനിലേക്ക് പോകുമ്പോൾ ഒരു ഡോൾഫിൻ സീരീസിലൊരു ടെഗ് ഉണ്ട്. കാരണം നമ്മുടെ MSC അഡലെ ഉടൻ തന്നെ നമ്മുടെ ബെർത്തിൽ നിന്ന് പോകുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള മിഷനറീസ് എല്ലാം റെഡിയാണ്. സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ അറിയാനായി സാധിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ടവർ നമുക്ക് ഈ ഒരു കർവ്ഡ് വ്യൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തെല്ലാം ഞാൻ അപ്ഡേറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വ്യൂവിൻ്റെ സൈഡിൽ നമുക്ക് ഈ പറയുന്ന അടുത്ത ടവർ നമുക്ക് കാണാൻ സാധിക്കും. ഇത് റഡാറാണ്. ഒരു റൊട്ടേഷൻ പോർഷൻ ഏറ്റവും മുകളിലുണ്ട്. കാരണം ഇത് നമ്മൾ നിൽക്കുന്നതും ഈ ടവറും തമ്മിൽ ഏകദേശം 3-4 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. കാരണം കോവളം ലൈറ്റ് ഹൗസിൽ നിന്നാണ് നിന്നിട്ടാണ് ഈ ടവർ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് റഡാർ ടവർ എന്ന് പറയുന്നത്. ഈ ടവർ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കാണാനായി സാധിക്കും 2960 മീറ്ററും വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനും നമുക്ക് ഈ ഭാഗത്ത് നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 10 മീറ്റർ വീതിയുള്ള റോഡാണ് ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. 2960 മീറ്ററിൻ്റെ എൻഡ് പോർഷനാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഹെവി സ്റ്റോണുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹെവി സ്റ്റോണുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ഭാഗത്തു നിന്നാണ് 1040 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബെർത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം 800 മീറ്ററാണ് ബെർത്ത് ഉള്ളത്. അത് 1200 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത്
2000 മീറ്റർ, അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ ബെർത്തിൻ്റെ ഡബിളാണ് നിലവിൽ ബ്രേക്ക് വാട്ടർ വരുന്നത്. ആ കൺസ്ട്രക്ഷനാണ് സെക്കൻഡ് ഫേസിൽ 2028 തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പോർട്ടിൻ്റെ എല്ലാ വർക്കുകളും, അതായത് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കും, ഗേറ്റ് വേ ഓപ്പൺ ആവും, നിലവിൽ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. 2028 ആകുമ്പോൾ നമ്മുടെ പോർട്ടിൻ്റെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആകും എന്നാണ് ഇപ്പോൾ അറിയാനായി സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പറിൽ അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ടിൻ്റെ എല്ലാ അപ്ഡേഷനും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.